ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാം അല്ലാഹു നമുക്ക് അവൻ്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും പരിപൂർണമായി മഗ്ഫിറത്തും മാപ്പും തന്നനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, ബലാകൾ, ഇടങ്ങേറുകൾ എല്ലാത്തിനും ശിഫയും സലാമത്തും സമാധാനവും തന്ന് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ മുഴുവൻ ഹാജിമാർ, അവരുടെ മുഴുവൻ അമലുകൾ പടച്ച റബ്ബ് പരിപൂർണമായി അവനേറ്റവും പൊരുത്തമുള്ള നിലക്ക് സ്വീകരിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ ആഫിയത്തോടെ നാട്ടിലേക്കെത്താനുള്ള എല്ലാ തൗഫീഖുകളും അല്ലാഹു പ്രദാനിക്കട്ടെ. മരിച്ചവർ, കാരണവന്മാർ, വേണ്ടപ്പെട്ടവർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഖബറാളികൾ, ഓരോരുത്തരുടെയും ഖബറുകൾ ഈ ദിവസത്തിന്റെ വെളിച്ചം കൊണ്ട് അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. നാളെ പരിശുദ്ധ ജന്നത്തുൽ ഫിർദൗസിൽ കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം നടുങ്ങിയ വലിയ ഒരു വിമാന അപകടത്തിൻ്റെ സങ്കടത്തിലാണ് നമ്മളെല്ലാവരും എന്നല്ല, രാജ്യം മുഴുവൻ. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും, അതോടൊപ്പം അത് പതിച്ച ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും പരിസരവാസികളും അടക്കം 50ഓളം പേർ വേറെയും എന്നാണ്. 300ഓളം പേരാണ് ഏകദേശം മരണപ്പെട്ടതായി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ വേദനയിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. മരണപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലികൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരുടെ കുടുംബങ്ങൾ, അവർക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ, ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് നൽകട്ടെ. ഇത്തരം അപകടങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും അല്ലാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ അടയാളം, നമ്മുടെ ശിആർ, നമ്മുടെ ഈമാനിന്റെ ചിഹ്നം, പരസ്പരം കാണുമ്പോൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പരസ്പരം നമ്മൾ പറയുന്ന അസ്സലാമു അലൈക്കും എന്നുള്ള അഭിവാദ്യത്തിന്റെ, സലാമിന്റെ വാക്കുകളാണ്. മുസ്ലിമിന്റെ ശിആർ അതാണ്, അടയാളം, വളരെ പ്രധാനപ്പെട്ട അടയാളമാണത്. നമ്മുടെ വീട്ടിലും നാട്ടിലുമുള്ളവരോട്, നമ്മുടെ കുടുംബത്തിലും മറ്റു കുടുംബങ്ങളിലുമുള്ളവരോട്, നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ഉള്ളവരോട്, നമുക്കറിയാവുന്നവരോടും പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും എന്ന് വേണ്ട, മുസ്ലിമായ ഏവരോടും ലോകവ്യാപകമായി ഏകീകൃതമായ ഒരഭിവാദ്യത്തിന്റെ മന്ത്രമാണ്. ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നുള്ളത്. ഇത് മുസ്ലിമിന്റെ ശിആറാണ്, അടയാളമാണ്. അസ്സലാം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ പേരാണ്, അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്. അസ്സലാമു ഇസ്മും മിൻ അസ്മാഇല്ല, അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ്. വലഅഹുല്ലാഹു ഫിൽ അർദ്,
പടച്ചവന്റെ ആ പേര് അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫഅഫ്ശൂഹു ബൈനക്കും, നിങ്ങൾക്കിടയിൽ അതിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേരാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. ആ പേരുകൾ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, ദുആ ചെയ്യണം എന്ന് പരിശുദ്ധമായ ഖുർആനാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അതൊരു വലിയ പ്രാർത്ഥനയാണ്. അതും അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ രക്ഷയും അവന്റെ കാവലും അവന്റെ അനുഗ്രഹവും അവന്റെ സഹായവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പടച്ചവന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാൻ. അതുകൊണ്ടത് ഇജാബത്ത് കിട്ടാൻ എളുപ്പമുള്ള ദുആയാണ്. അതുകൊണ്ടത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് ഇജാബത്ത് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, സലാം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് വലിയ നേട്ടം. ഒരു 20 പേരോട് അടങ്ങുന്ന ഒരു സംഘത്തോട് നമ്മൾ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ആ 20 പേരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് അവർ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന. ആ 20 പേരും ആ സലാം അടക്കുമ്പോ 20 പേരിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നത്. 20 പേരിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ആ വ്യക്തിക്ക് തിരിച്ചു ലഭിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ മലക്കുകളുടെയും ജിന്നുകളുടെയും പ്രാർത്ഥന കൂടി ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ജിന്നുകളുടെ മലക്കുകളുടെ പ്രാർത്ഥന കൂടി. നമ്മൾ സലാം പറയുമ്പോ അത് മടക്കാൻ മനുഷ്യര് മാത്രമല്ല, അദൃശ്യരായ പടച്ചവന്റെ ഇഷ്ടക്കാരായ സൃഷ്ടികൾ കൂടിയുണ്ട് എന്നാണ്. ഒരു ഹദീസിൽ ഫഇല്ലം യറുദ്ദൂ അലൈഹി, ഒരാൾ മറ്റാർക്കെങ്കിലും സലാം ചൊല്ലിയിട്ട് അവര് സലാം മടക്കിയില്ലെങ്കിൽ, നമ്മൾ ആർക്കെങ്കിലും സലാം ചൊല്ലി അവര് മടക്കിയില്ല, ഒരിക്കൽ അവര് കേൾക്കാത്തതിന്റെ പേരിലായിരിക്കും. അതല്ലെങ്കിൽ നമ്മോടുള്ള എന്തെങ്കിലും അനിഷ്ടത്തിന്റെ പേരിൽ വേണ്ട എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചതായിരിക്കും. എന്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ ചൊല്ലിയ സലാം അത് നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലും റദ്ദ അലൈഹിം മൻ ഹുവ ഖൈറും മിൻഹും വ അത്യബ്, അവരെക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ, സൃഷ്ടികൾ ആ വ്യക്തിയുടെ സലാം മടക്കുന്നതാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സലാം മടക്കിയില്ല, നമുക്കെന്താണ് നഷ്ടം? അവരെക്കാൾ ഉത്തമരായ സൃഷ്ടികൾ, പടച്ചവന്റെ സൃഷ്ടികൾ ആ സലാം മടക്കും. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കയറി വരുമ്പോ പള്ളിയിൽ ആളുകളില്ലെങ്കിലും സലാം ചെല്ലണം എന്ന് പറയുന്നത്. ആളുകളില്ലാത്ത സമയത്താണ് നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്താണെങ്കിലും നമ്മൾ സലാം ചൊല്ലണം. കാരണം അവിടെ സലാം മടക്കാൻ പടച്ചവന്റെ വേറെ സൃഷ്ടികളുണ്ട് എന്നാണ്. അള്ളാഹു വേറെ സൃഷ്ടികളെ സംവിധാനിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഉള്ളിലുണ്ട്, നമുക്കിടയിലുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ, അദൃശ്യരായ നല്ലവരായ ജിന്നുകൾ, ഇതൊക്കെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് സലാം എന്നുള്ളത് മുസ്ലിമിന്റെ ഷിആറാണ്, അടയാളാണ്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ വ്യാപിപ്പിക്കണം.
നിങ്ങൾക്കിടയിൽ സലാം പറച്ചില് നിങ്ങൾ വ്യാപിപ്പിക്കണം. ഇത് മഹബത്ത് ഉണ്ടാക്കുന്നതാണ്, മനസ്സുകൾക്കിടയിൽ മഹബത്ത് ഉണ്ടാക്കുന്നതാണ്. കാണുമ്പോഴും ഫോൺ വിളിക്കുമ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും സലാം ചെല്ലണം എന്നാണ്. കാരണം അവരുടെ കൽബുകൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകാൻ അത് കാരണമാകുന്നതാണ്. പരസ്പരം സലാം ചെല്ലണം. അവർ പാപ്പയും ഉമ്മയും മക്കളും ഒരു കുടുംബത്തിലുള്ളവർ പരസ്പരം കാണുമ്പോ പോകുമ്പോ ഒക്കെ അല്ലാന്റെ റസൂലാണ് പറഞ്ഞ നിങ്ങളുടെ കൽബുകൾക്കിടയിൽ മഹബത്ത് ഉണ്ടാക്കാൻ അത് കാരണമാകുന്നതാണ്. അങ്ങനെ ഒരു ശൈലി ഇല്ലെങ്കിൽ ആ ശൈലിക്ക് നമ്മൾ തുടക്കം കുറിക്കണം. അങ്ങനെ ഒരു ശൈലി ഇല്ലെങ്കിൽ ആ ശൈലിക്ക് നമ്മൾ തുടക്കം കുറിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് 10, 20, 25, 30, 40, 50 വർഷമായിട്ടുണ്ടാകും. ഇതുവരെ സ്വന്തം ഭാര്യയോട് അള്ളാഹുവിന്റെ രക്ഷയും സഹായവും സമാധാനവും നിനക്കുണ്ടാകട്ടെ എന്ന അർത്ഥം വരുന്ന അസ്സലാമു അലൈക്കും എന്ന സലാം പറയാത്ത ആളുകളും ചിലപ്പോ കൂട്ടത്തിലുണ്ടാകും. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി. കാരണം അങ്ങനൊരു രീതിയില്ല, പഴയ കാലം മുതലില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് ജീവിച്ചു വളർന്നു വന്നത്. അതുകൊണ്ട് ഇത്ര വർഷമായിട്ടും ഇതുവരെ സ്വന്തം ഇണയോട് അള്ളാഹു നിന്നെ രക്ഷിക്കട്ടെ, പടച്ചവന്റെ സമാധാനം നിനക്കുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന അസ്സലാമു അലൈക്കും എന്നുള്ള സലാമിന്റെ വാചകം പറയാത്ത ആളുകൾ പോലും ചിലപ്പോ കൂട്ടത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ തിരുത്തൽ വേണം. ഒറ്റയടിക്ക് അങ്ങനെ തിരുത്തുമെന്ന് രണ്ടുപേരും പറഞ്ഞ് ധാരണയായിട്ട് തിരുത്തണം. എന്നിട്ട് ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങണം. അത് വല്ലാത്ത അനുഗ്രഹമാണ് ദുനിയാവിലും ആഖിറത്തിലും. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീന ഫീ യൗമിൻ വാഹിദിൻ ജമാഅതൻ ഔ ഫുറാദാ, ഒരാൾ ഒരു ദിവസം 20 പേരുടെ മേൽ സലാം ചൊല്ലി. 20 പേരുടെ, അത് സംഘമാകട്ടെ ഒറ്റയ്ക്കൊറ്റയ്ക്കാകട്ടെ, 20 പേരുടെ മേൽ സലാം ചൊല്ലിയിട്ടുണ്ട് ഒരു ദിവസം. എന്നിട്ട് സുമ്മ മാത മിൻ യൗമിഹി ദാലിക, ആ ദിവസം തന്നെ മരണപ്പെടുകയും ചെയ്തു. റസൂലിന്റെ ഹദീസാണ്. 20 പേരുടെ, അയാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു സംഘത്തിനായിട്ടോ അങ്ങനെ ആട്ടെ, ചുരുങ്ങിയത് ഒരു 20 പേർക്ക് സലാം ചൊല്ലിയിട്ടുണ്ട്. അന്നത്തെ ദിവസം തന്നെ മരണപ്പെടുകയും ചെയ്തു. എങ്കിൽ വജബത് ലഹുൽ ജന്ന, സ്വർഗ്ഗം നിർബന്ധമായി. റസൂലിന്റെ ഹദീസാണ്. സ്വർഗം ആ മനുഷ്യന് നിർബന്ധമായി. ആ സലാം ചെല്ലുമ്പോ കൈയൊന്ന് മുസാഫഹ ചെയ്യലും, രണ്ടും കൈകൾ ചേർത്ത് പിടിക്കലും അത് സുന്നത്താണെന്നാണ്. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കൽ, മുആനക ചെയ്യൽ, അതും സുന്നത്താണെന്നാണ്. കൈ പിടിച്ച് സലാം പറഞ്ഞിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക. ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഹജ്ജ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ, അവരെ നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്. കൈ പിടിച്ച് സലാം പറഞ്ഞ് കെട്ടിപ്പിടിക്കുക, നെഞ്ചോട് ചേർക്കുക. എന്നിട്ട് ദുആ ചെയ്യണമെന്നാണ് അവർക്ക് വേണ്ടി. ഖബ്ബലല്ലാഹു ഹജ്ജക, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കട്ടെ. വഗഫറ ദംബക, പാപങ്ങൾ അല്ലാഹു പൊറുക്കട്ടെ. വഅഖ്ലഫ നഫഖതക, നിങ്ങൾ ചെലവ് ചെയ്തതിന് അല്ലാഹു പകരം തരട്ടെ. അങ്ങനെ ദുആ ചെയ്ത സുന്നത്തുണ്ടെന്നാണ്. അല്ലാഹു ഖബ്ബലല്ലാഹു ഹജ്ജക വഗഫറ ദംബക വഅഖ്ലഫ നഫഖതക എന്ന് ദുആ ചെയ്യൽ. അത് അറബി അറിയാ, പഠിച്ചങ്ങനെ പറയാ, അല്ലെങ്കിൽ മലയാളത്തിലെങ്കിലും അല്ലാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ, പാപങ്ങളൊക്കെ പൊറുക്കട്ടെ എന്നെങ്കിലും ദുആ ചെയ്യാം. ഇരിക്കട്ടെ, സലാം എന്നുള്ളത് മുസ്ലിമിന്റെ ഷിആറാണ്, അടയാളാണ്. ആരോടൊക്കെയാണത്? വീട്ടിൽ നിന്ന് തുടങ്ങുക. സ്വന്തം ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട് വീട്ടിൽ നിന്ന് തുടങ്ങുക. അങ്ങനത്തെ ശീലമില്ലാത്തവർ ആ ശീലം അതിനൊരു തുടക്കമാകാൻ നമ്മുടെ ഈ സംസാരം ഒരു കാരണമാകട്ടെ.
അതോടൊപ്പം നിങ്ങൾ സലാം ചൊല്ലേണ്ടത് അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിങ്ങൾ അറിയുന്നവരോടും നിങ്ങൾക്കറിയില്ലാത്തവരോടും സലാം ചൊല്ലണം. എല്ലാവരോടും. മുസ്ലിമാണോ എന്ന് പറഞ്ഞാൽ സലാം ചെല്ലുന്നതിന് ഒരു പിശുക്കും കാണിക്കരുത്. അറിയുന്നവരോടും അറിയാത്തവരോടും മുസ്ലിമാണെന്ന് ബോധ്യമുണ്ടോ? എല്ലാവരോടും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഇടക്ക് അങ്ങാടിയിലൂടെ മാർക്കറ്റിലൂടെ നടക്കും. ഒരു വസ്തുവും വാങ്ങില്ല, ഒന്നിനും വില ചോദിക്കില്ല, വെറുതെ നടക്കും. ഒരു സദസ്സിലും പോയിരിക്കില്ല, ആരോടും കൂട്ടം കൂടി നിന്ന് വർത്താനം പറയില്ല, വെറുതെ അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് നടക്കും. എന്തേ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുക്കുന്നത് സലാം പറയാനാണ്. ആളുകളോട് സലാം പറയാനാണ്. ധാരാളം ആളുകളെ കാണാൻ പറ്റും, അതുകൊണ്ട് ആളുകളോടൊക്കെ സലാം പറയാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സലാം പറയുന്നതിന്, അത് മടക്കുന്നതിന് വിശ്വാസികൾ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല എന്നാണ്. ഇതിന്റെ അകത്തൊരു മാനദണ്ഡം ഇല്ല. മുസ്ലിമാണോ? അതിൻ്റെ അകത്ത് വ്യക്തികൾ, പാർട്ടികൾ, സംഘടനകൾ, താല്പര്യങ്ങൾ ഒന്നും അതിൻ്റെ അകത്തില്ല. സങ്കുചിതത്വങ്ങൾ ഇതൊന്നും സലാം പറച്ചിലില്ല എന്നാണ്. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് ചില മസ്അലകളൊക്കെ ഉണ്ട്. പക്ഷെ ആ മസ്അലകൾ പറയുന്നിടത്ത് തന്നെ അതിന് ചില നിബന്ധനകളും പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ അകത്തൊരു മാനദണ്ഡം, ഒരു വേർതിരിവില്ല. മുസ്ലിമായ എല്ലാവരോടും, മുസ്ലിമിന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെന്നായ്ക്കളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മുടെ സമ്പത്തും അതുപോലെ നമ്മുടെ അഭിമാനത്തിനും ഭീഷണിയാകുന്നവർ രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തിലാണ്. സംവിധാനങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട സലാം പറയില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ട സലാം പറയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അതുണ്ടാകാൻ പാടില്ല എന്നാണ്. സങ്കുചിതത്വങ്ങൾ, സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഉണ്ടാകും. ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അവരുടെ ആദർശം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റൂല. സംഗതി ശരിയാണ്. അവരുടെ ആദർശം, ആ ആദർശത്തിനെതിരെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുകയും ചെയ്യും. പക്ഷേ അത് സംഘപരിവാറുകൾ അടക്കമുള്ള മുസ്ലിം ശത്രുക്കൾക്ക് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമായി, നമ്മെ അടിക്കാനുള്ള വടിയാക്കി നമ്മൾ കൊടുക്കരുതെന്നാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോ പ്രധാനപ്പെട്ട മുന്നണികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ മുസ്ലിം സമുദായത്തിലെ പല സംഘടനകളെയും തീവ്രവാദ, ഭീകരവാദ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആയുധമാക്കാറുണ്ട്, പ്രചരണങ്ങളൊക്കെ നടത്താറുണ്ട്. അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തും. അവർ പ്രചരണത്തിന് ആയുധമാക്കും. അതൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം മാത്രമാണ്. ഇന്നിങ്ങനെ പറയുന്നവർ നാളെ തിരിച്ചു പറയും. ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുന്നവരെ നാളെ തിരിച്ചു പറഞ്ഞിട്ട് കൂടെ ചേർക്കും. ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. മുസ്ലിം ഉമ്മത്ത് അത് ഏറ്റുപറയരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. മുസ്ലിം ഉമ്മത്ത് അത് പറയരുത്. മുസ്ലിമാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്നവരാണോ, അത്തരം ആളുകളെ ഒരു പ്ലാറ്റ്ഫോമിൽ ചേർത്ത് നിർത്തേണ്ട, ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ഇസ്സത്തിലാക്കട്ടെ. പ്രത്യേകം ഒന്നുകൂടി തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വേദനയാണ് ഇന്നലെ നടന്ന വിമാന അപകടം എന്നുള്ളത്. ഇതിലുണ്ടായിരുന്നവരിൽ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ബാക്കി 241 പേരും അതില് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ 19ഓളം ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കമുള്ള 19ഓളം ആളുകൾ, 300ഓളം ആളുകൾ ഇതുവരെ മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സങ്കടമാണ്. രാജ്യത്തിന്റെ വേദനയിൽ നമ്മളും അതിൽ പങ്കുചേരുന്നു
പങ്കുചേരുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന്റെ വേദനയിൽ നമ്മളും ഖൽബുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മളും പങ്കുചേരുകയാണ്. നമ്മുടെയും വേദനയാണത്. മരണപ്പെട്ടവർക്കുള്ള ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുകയാണ്. ഒപ്പം നമ്മൾ ദുആ ചെയ്യുകയാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ. മരിച്ചവരുടെ അവരുടെ കുടുംബങ്ങൾ അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ